ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഓർമ്മിപ്പിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ മാർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ 30-ാമത്തെ വാക്യം നമുക്കൊന്ന് 29-30 വാക്യങ്ങൾ നമുക്കിപ്പോൾ എടുത്ത് വായിക്കാം. അവൻ അവളോട് ഈ വാക്ക് നിമിത്തം പോയിക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. അതിന് ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. Then he said to her, For this saying, go your way. Demon has gone out of your daughter. ഡീമൺ അവരുടെ മകളിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു എന്നാണ് വായിച്ചത്. ഇതേ ഭാഗം തന്നെ, ഇതേ സംഭവം തന്നെ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 21 മുതൽ 28 വരെയുള്ള വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ അവസാന വാക്യങ്ങളൊന്ന് വായിക്കാമോ? മത്തായി സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 27-28 വാക്യം. അതിന് അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നുത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. വിശുദ്ധനായ മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 15-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിന്റെ വിശ്വാസം നിമിത്തം ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 29-30 വാക്യത്തിൽ പറയുന്നു, നിന്റെ സ്റ്റേറ്റ്മെന്റ് നിമിത്തം, നിന്റെ വാക്ക് നിമിത്തം നിന്റെ മകളിലുള്ള പിശാച് വിട്ടുപോയിരിക്കുന്നു. നമുക്കറിയാം, ഒരു രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിന്റെ അടുത്ത് വന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ ആ തൊങ്ങലിൽ തൊട്ടപ്പോൾ അവിടെ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവളിലെ ബാധ മാറി അവൾ സ്വസ്ഥയായി എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നു. ലോകം മുഴുവൻ പരിഭ്രാന്തിയുടെയും കണക്കൂട്ടലുകളുടെ പരാജയത്തിന്റെയും വക്കിൽ നിൽക്കുമ്പോൾ ഇവിടെ യേശു ആ സീറോ ഫിനീഷ്യൻ സ്ത്രീയോട്, ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ നാം കാണുന്നത്, അവൾ സീറോ ഫിനീഷ്യൻ ജാതിയിൽപ്പെടുന്ന ഒരു യവന സ്ത്രീ ആയിരുന്നു എന്നാണ്. സീറോ ഫിനീഷ്യൻ ജാതിയിൽപ്പെടുന്ന ഒരു യവന സ്ത്രീ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അവൾ ഇസ്രായേൽ ജനത്തിന്റെ ഒരു പാർട്ടിയല്ല. അവൾ ഒരു ജാതീയ ഗണത്തിൽപ്പെടാവുന്ന ദൈവജനമല്ലാത്ത ഒരു ജാതിയിൽ ഉൾപ്പെടുന്ന ഒരു സ്ത്രീയായിരുന്നു. അവളുടെ വിശ്വാസം വളരെ വലിയത് എന്ന് യേശു പറയുവാനിടയായി. അവളുടെ വാക്കു നിമിത്തവും അവളുടെ വിശ്വാസം നിമിത്തവും അത്ഭുതകരമായ ഒരു സൗഖ്യം അവിടെ ലഭിക്കുന്നതായിട്ട്, പൈശാചിക ശക്തി വിട്ടുപോകുന്നതായിട്ട് നാം കാണുവാനായിട്ട് കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് അവളുടെ വിശ്വാസം എന്ത്, അവളുടെ വിശ്വാസത്തിന്റെ വാക്കുകൾ എന്ത് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ പാഠഭാഗം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ ഞാനിങ്ങനെ വായിച്ചപ്പോൾ അതിനെ കുറെ സ്റ്റെപ്പുകളായിട്ട്, ഒരു മുകളിലോട്ട് കയറിപ്പോകുന്ന ഒരു ഗോവണിയുടെ സ്റ്റെപ്പുകളെ പോലെ ഓരോ സ്റ്റെപ്പുകളായിട്ട് കാണുവാനായിട്ട് എനിക്ക് സാധിച്ചു. ഒന്നാമത്തെ കാര്യം, ആ ഭാഗം ഒന്നുകൂടി എടുക്കാം. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 7-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം എടുക്കാം, വായിക്കാം. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സീദോനിന്റെയും സോറിന്റെയും
അതിർനാട്ടിൽ ചെന്നു. മത്തായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തുമ്പോഴും താൻ അവിടെ നിന്ന് വാങ്ങിപ്പോയി സീദോനിന്റെയും സോറിന്റെയും അപ്പുറത്തുള്ള സ്ഥലത്ത് പോയിട്ട് താൻ റെസ്റ്റ് എടുക്കാനായിട്ട് പോയി എന്നാ കാണുന്നത്. താനൊരു വീട്ടിലായിരുന്നു എന്നും പക്ഷെ അവിടെ മറഞ്ഞിരിക്കുവാൻ തനിക്ക് സാധിച്ചില്ല എന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ താൻ റെസ്റ്റ് എടുക്കുവാനായിട്ട് ആ യഹൂദ ഗ്രാമങ്ങളിൽ നിന്ന് മാറി സോറിന്റെയും അപ്പുറത്തുള്ള ഒരു ഗ്രാമത്തിൽ ചെന്ന് ഒരു വീട്ടിൽ താൻ രഹസ്യമായി പാർക്കുമ്പോൾ തന്നെ അന്വേഷിച്ച് ഈ സീറോ ഫിനീഷ്യൻ സ്ത്രീ കണ്ടെത്തി എന്നുള്ളതാണ് അവളുടെ ജീവിതത്തിലെ ഒന്നാമത്തെ സ്റ്റെപ്പ്. പ്രിയപ്പെട്ടവരെ, ഒരു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ രക്ഷകന്റെ അടുത്തേക്ക് ചെല്ലണം. ഒരുപക്ഷെ രോഗമൊരു ബാധയായിരിക്കാം, രോഗമൊരു ശിക്ഷയായിരിക്കാം. അതിൽ നിന്ന് മാറണമെങ്കിൽ ഒരു രക്ഷകന്റെ അടുത്തേക്ക് ചെന്നേ മതിയാകൂ. ഇവിടെ കഠിനമായി ഭൂതോപദ്രവം ഉണ്ടായിരുന്ന തന്റെ ചെറിയ മകൾ അവളുടെ ഭൂതോപദ്രവത്തിന് വേണ്ടി അത് മാറുവാൻ വേണ്ടി ഒരുപക്ഷെ അവൾ ഒത്തിരി അമ്പലങ്ങളിൽ പോയിന്ന് വന്നേക്കാം, ഒത്തിരി മസ്ജിദുകളിൽ പോയിന്ന് വന്നേക്കാം, ഒത്തിരി പലവിധ നാമധേയ പള്ളികളിൽ പോയിന്ന് വന്നേക്കാം. എന്നാൽ അതിനേക്കാൾ അപ്പുറമായി അവൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു. തന്നെ രക്ഷിക്കുവാൻ, തന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കുവാൻ, ഈ ബാധയെ മാറ്റുവാൻ കഴിവുള്ളവനായൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ അടുത്തേക്ക് പോകണം, ആ വ്യക്തിയുടെ അടുത്തേക്ക് പോകണം എന്ന ചിന്ത അവളെ വലിച്ചതുകൊണ്ട് അത്രേ അവൾ അവിടെ കണ്ടെത്തുവാനായിട്ട് ഇടയായത്. ദൈവത്തിന്റെ വചനം പറയുന്നു, കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ അന്വേഷിച്ചാൽ നിങ്ങൾ എന്നെ കണ്ടെത്തും. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ യേശുവിനെ കണ്ടെത്തുവാനിടയായി. സകലരിൽ നിന്ന് മറഞ്ഞിരിക്കുവാൻ ആഗ്രഹിച്ച യേശു തന്നെ കാണിച്ചു കൊടുക്കുവാൻ ആ സ്ത്രീയെ സഹായിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദപരിധിക്കുള്ളിൽ അല്ലെങ്കിൽ ഈ ശബ്ദത്തെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ശിക്ഷയിൽ നിന്ന്, ഒരു രോഗത്തിൽ നിന്ന്, ഒരു ഭൂതോപദ്രവത്തിൽ നിന്ന്, ഒരു പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് വരുവാൻ നീ ആഗ്രഹിക്കുന്നുവോ, ഒന്നാമതായി നീ ചെയ്യേണ്ട കാര്യം, നീ രക്ഷകനിലേക്ക്, സൗഖ്യദായകനിലേക്ക്, നിന്റെ ബന്ധനങ്ങൾ അഴിക്കുന്നവനിലേക്ക് നീ കടന്നു ചെല്ലേണ്ടത് ആവശ്യമാണ്. അതാണ് അവളുടെ ജീവിതത്തിലെ ഒന്നാമത്തെ സ്റ്റെപ്പ്. അവൾ യേശു ഇരിക്കുന്ന സ്ഥലം കണ്ടെത്തി. ഹല്ലേലൂയ. രണ്ടാമത്തേതായ കാര്യം, അവൾ അവിടെ കടന്നു ചെന്നിട്ട് അവൾ ചെയ്യുന്നതായ കാര്യം, അവൾ യേശുവിനെ അഭിസംബോധന ചെയ്യുന്ന കാര്യമാണ്. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, യേശുവിനോട് അവളുടെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾക്കും അവളുടെ വലിയ വിശ്വാസത്തെ പ്രകടമാക്കുന്നുണ്ട് എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, അവൾ യേശുവിനെ വിളിക്കുന്നത് നമുക്ക് വായിക്കാം. അവിടെ ലോർഡ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇത് വായിക്കാമോ? അവൾ യേശുവിനെ വിളിക്കുന്ന കാര്യം. യെസ് ലോർഡ്, യെസ് ലോർഡ്. കർത്താവെന്ന്, കർത്തൃത്വം നടത്താൻ കഴിവുള്ളവനെന്ന്, തന്റെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ കഴിവുള്ളവനെന്ന്, തന്റെ ജീവിതത്തിന് കർത്തൃത്വം ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് അവൾ പറയുക യേശുവിനോട്, യെസ് ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് സാധ്യം ദൈവത്തിന് സാധ്യമാണ്. ഡോക്ടർമാർക്ക് സാധ്യം ദൈവത്തിന് സാധ്യമാണ്. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ കൊറോണ ലോകത്ത് മുഴുവൻ വ്യാപിച്ചു വന്നപ്പോൾ, അനേക രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് പേർ ഭയവിഹ്വലരായിരിക്കുമ്പോൾ തങ്ങളുടെ ഉറ്റവരെ ഒരു മരിക്കുമ്പോൾ പോലും കാണാൻ കഴിയാത്ത അവസ്ഥയിൽ പ്രയാസപ്പെടുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടോ, യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്നതിൽ ഗുണമുണ്ടോ എന്ന് ചോദിക്കുന്നവർ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്തിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന് അസാധ്യം ദൈവത്തിന് സാധ്യമത്രേ. ഹല്ലേലൂയ. ഇത് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ, ഇത് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് യേശുവിനെ വിശ്വസിക്കുവാൻ കഴിയും. മനുഷ്യന് ഒരിക്കലും ഒരു മനുഷ്യൻ യേശുവിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് വന്നു പ്രാർത്ഥിച്ചു, ചോദിച്ചു, അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, നിനക്കത് ചെയ്യാൻ കഴിയുമോ?
ചെയ്യാൻ കഴിയുമെന്നോ എന്നാണ് യേശു ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് അസാധ്യം ദൈവത്തിന് സാധ്യമാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, യേശുവിനെ അവൾ കർത്താവേ എന്ന് വിളിച്ചു. ഹല്ലേലൂയ. ഒരു ഇസ്രായേൽ സ്ത്രീ അല്ല എന്ന് നിങ്ങൾ ഓർക്കണം. മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ സ്റ്റെപ്പ്, അവൾ യേശുവിനെ അഭിസംബോധന ചെയ്യുന്നത് വായിക്കാമോ? യെസ് ലോർഡ് എന്ന് കഴിഞ്ഞു കഴിഞ്ഞിട്ട് സൺ ഓഫ് ഡേവിഡ് ഉണ്ടോ? ഒന്ന് വായിച്ചേ. Have mercy on me, O Lord, Son of David. സൺ ഓഫ് ഡേവിഡ്. നസ്രായനെ യേശു എന്നല്ല വിളിച്ചത്, മറിയത്തിന്റെ പുത്രൻ എന്നല്ല വിളിച്ചത്. അനേക വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയായി ദാവീദിന്റെ ഗോത്രത്തിൽ ജനിച്ച, ദാവീദിന്റെ മകനെന്ന് വിളിക്കപ്പെട്ട തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ച ഒരു വ്യക്തി എന്ന നിലയിലാണ് അവൾ അഭിസംബോധന ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സാധാരണ ടി വിയിലൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വരുമ്പോൾ അവര് ഒരു ഹോംവർക്കൊക്കെ ചെയ്തിട്ടാണ് വരാം. എന്ന് പറഞ്ഞാൽ വെറുതെ അവിടെ വന്ന് തോന്നിയ മാതിരി വാചകങ്ങൾ പറയുകയില്ല. ആ വിഷയത്തെക്കുറിച്ച്, അതിന്റെ ആധികാരികതയെ കുറിച്ച് പഠിച്ചിട്ടാണ് വരുന്നത്. ഈ പാവ സ്ത്രീ തന്റെ മകൾക്ക് ഭൂതോപദ്രവം, കഠിനമായ ഭൂതോപദ്രവം ഉണ്ടായിട്ട് സൗഖ്യമില്ലാതിരുന്ന അനേക നാളുകളുടെ അനന്തര ഫലം അവൾ യേശുവിന്റെ അടുത്തേക്ക് പോകാൻ തീരുമാനമെടുത്തു. യേശുവിനെ കർത്താവെന്ന് അഭിസംബോധന ചെയ്യുവാൻ തീരുമാനമെടുത്തു. മൂന്നാമത്, യേശു അധികാരമുള്ള, ദൈവത്തിന്റെ വാഗ്ദത്തമുള്ള അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ നൽകിയ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനെന്ന് അവൾ വിളിക്കുവാനായിട്ടിടയായി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അവിടെ നാം കാണുന്നത്, അവൾ കർത്താവിന് കാൽ കീഴിൽ വീണു നിലവിളിച്ചു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ കാൽ കീഴിൽ വീണു നിലവിളിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ കർത്താവിന്റെ മുമ്പിൽ, നീ യേശു കർത്താവിന്റെ മുമ്പിൽ, യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ, ജീവനായകന്റെ മുമ്പിൽ, സൗഖ്യനായകന്റെ മുമ്പിൽ നീ മുട്ടുമടക്കുമെങ്കിൽ ഒരു ലോകത്തിന്റെ മുമ്പിലോ ഒരു രോഗത്തിന്റെ മുമ്പിലോ ഒരു ബാധയുടെ മുമ്പിലോ നീ മുട്ടുമടക്കേണ്ടി വരികയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്തെ അടിസ്ഥാനമാക്കി ഞാൻ പറയുകയാ, അവൾ കർത്താവെ എന്ന് വിളിച്ചു, ദാവീദിന്റെ പുത്രൻ എന്ന് വിളിച്ചു, എന്നിട്ട് അവന്റെ കാൽ കീഴിൽ വീണു, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് നിലവിളിച്ചു കരഞ്ഞു. എന്താണ് നിലവിളിച്ചുള്ള കരച്ചിൽ? പലതരത്തിലുള്ള കരച്ചിലുകൾ കണ്ടു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി